ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നുണ്ടല്ലോ ഉച്ചയ്ക്ക് ഫുഡുമൊക്കെ കഴിച്ചിട്ട് ഇരുന്നപ്പോൾ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു, നാളെ അക്കുവിൻ്റെ ക്ലാസ്സിൽ ഫുഡ് ഷെയറിംഗ് ഡേ ആണെന്നേ. എത്ര പെട്ടെന്ന് ഓരോ മാസങ്ങളും വർഷങ്ങളും ഒക്കെ പോകുന്നത്. ഇപ്പം എന്തേ ഈ ഇയർ കഴിയാറായി, അവർക്ക് ലാസ്റ്റ് ക്ലാസ് ഡേ ആണ് കേട്ടോ നാളെ. അപ്പം ഫൈനൽ എക്സാമൊക്കെ തുടങ്ങാറായി. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഫുഡ് ഷെയറിംഗ് ഡേ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട പലഹാരങ്ങളൊക്കെ ഏകദേശമൊക്കെ തീരാറായി കേട്ടോ. അപ്പം ഞാൻ ഒരു പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ ഇരിപ്പുണ്ടായിരുന്നു, അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇത് സൂക്ഷിച്ചുണ്ടാക്കില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ എല്ലാ എണ്ണയിലോട്ട് നമ്മൾ ഈ ബോൾസ് ആക്കിയിടുന്ന സമയത്ത് അതങ്ങ് പൊട്ടിപ്പോവേ. നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. എനിക്ക് എന്തായാലും ഒന്നുപോലും പൊട്ടിയില്ല, നല്ല വൃത്തിയായിട്ട് കിട്ടിയേ. പിന്നെ നമ്മൾ വൈകിട്ട് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഒരു കൊത്തു പൊറോട്ട പാക്കറ്റ് വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി, കോഴിക്കോട് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ്, അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. അതും വാങ്ങി. പിന്നെ പാനിപ്പൂരി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പാനിപ്പൂരിയൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് സൂചിയുടെ പാനിപ്പൂരിയാണെന്ന് കേട്ടോ, മറ്റേ മൈദയുടെ അല്ല, സൂചി പാനിപ്പൂരിയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ മേടിക്കുന്നത്, ഈ സൂചിയുടെ പാനിപ്പൂരി. കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് വൈകിട്ട് തന്നെ എന്താ പറയുന്നത്, നമ്മൾ ഒരുപാട് നാൾ കൊണ്ട് തിരക്കിക്കൊണ്ടിരുന്നായിരുന്നു കേട്ടോ ഈ അരി പൊടിപ്പിക്കുന്ന മില്ല്. സാധാരണ ഇവിടെ അരി പൊടിപ്പിക്കുന്ന മില്ല് കുറവാണ്. നമ്മുടെ നാട്ടിലെ കൂട്ട് പച്ചരി പൊടിപ്പിക്കുന്ന മില്ല് അങ്ങനെ കണ്ടില്ല. കൂടുതലും ഇവിടെ പൊടിക്കുന്നത് ഗോതമ്പ്, പിന്നെന്താ പയർ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു. ഈ പച്ചരി പൊടിപ്പിക്കുന്ന മില്ല് ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ തപ്പി ഒരെണ്ണം കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് അരിയൊക്കെ പൊടിപ്പിച്ചുകൊണ്ട് വന്നപ്പം വിചാരിച്ചു എന്നും അങ്ങ് ചപ്പാത്തിയല്ലേ, ഇന്ന് ഒന്ന് മാറ്റി പിടിക്കാമെന്ന്. ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു, പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം പുട്ടിനുള്ള മാവൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയൊരു പായസം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഒരു പാൽ പായസം. അപ്പം പാലും വെള്ളവും പഞ്ചസാരയും ഇത്തിരി ചവ്വരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴുണ്ടല്ലോ അതിലേക്ക് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന ആ പച്ചരിയും കൂടെ ചേർത്തിട്ട് ഒരു 2-3 വിസിലടിച്ചു കേട്ടോ. 3 വിസിലടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ നെയ്യിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ടപ്പോഴത്തേന് നല്ല അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര പൊടിച്ച് ചേർത്തപ്പോഴും ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയത്തിന് നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് ഈ അരിപ്പുട്ട് കഴിച്ചിട്ട്. ഇത് പൊടിഞ്ഞു പോയെന്താണെന്ന് വെച്ചാൽ ഞാൻ കുത്തിയിടാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് കയറി കുത്തിയിട്ടതാണ് കേട്ടോ. അപ്പോഴത്തേനും മൊത്തം പൊടിഞ്ഞങ്ങ് പോയി. അപ്പം വൈകിട്ടത്തെ ഫുഡെന്ന് പറയുന്നത് പുട്ടും നല്ല അടിപൊളി ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കോമ്പിനേഷനാണ് പുട്ടും ചിക്കൻ കറിയും. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് പുട്ടും ചിക്കൻ കറിയും എന്നും പറഞ്ഞിട്ട്. എന്തായാലും കൊള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് കഴിച്ചു. അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.